അവസാനം ഛത്തീസ്ഗഡിലെ 2 കന്യാസ്ത്രീകൾക്കും ഒരു ആദിവാസി യുവാവിനും ജാമ്യം കിട്ടി. എന്താണ് ഈ കേസിൻ്റെ നാൾവഴി? എങ്ങനെ സംഭവിച്ചു? എന്തെല്ലാം സംഭവവികാസങ്ങളുണ്ടായി? ഒറ്റ വീഡിയോയിലൂടെ ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. 2025 കഴിഞ്ഞ മാസം ജൂലൈ 25 വൈകുന്നേരം 6-7 മണി സമയത്ത് 6-6:30 സമയത്ത് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് 2 കന്യാസ്ത്രീകളും 3 കുട്ടികളും അകത്തോട്ട് 3 കുട്ടികളും നടന്നു പോകുന്നു. അതുപോലെ തന്നെ തൊട്ട് പിറകിൽ ഒരു ചെറുപ്പക്കാരൻ, ഒരു 19 വയസ്സുള്ള ആദിവാസി യുവാവ് നടന്നു പോകുന്നു. പെട്ടെന്ന് ആദിവാസി യുവാവിനോട് ടിക്കറ്റ് ചോദിക്കുന്നു. ടിക്കറ്റില്ല. പ്ലാറ്റ്ഫോം ടിക്കറ്റ് ചോദിക്കുന്നു, അതുമില്ല. അപ്പോൾ പിന്നെ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആരെങ്കിലും ടിക്കറ്റ് ഉണ്ടെന്ന് ചോദിച്ച് സിസ്റ്റർമാരുടെ അടുത്തെത്തുന്നു. അപ്പോൾ സിസ്റ്റർമാരുടെ കൂടെ പെൺകുട്ടികൾ നിൽക്കുന്നു. അതിലൊരു കുട്ടി കുറിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനോട് ചോദിക്കുന്നു, എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ അത് ഹിന്ദു മതത്തിൽപ്പെട്ടവരാണ്. എവിടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ആഗ്രയ്ക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ മറ്റൊരു സ്റ്റേറ്റിലേക്കാണ് കൊണ്ടുപോകുന്നത്, ജോലിക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ റെക്കോർഡുകൾ ചോദിച്ചു. വില്ലേജ് പാലായൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു പോർട്ടലുണ്ട്. അവിടെ നിന്ന് ഈ ആദിവാസി ജില്ലകളിൽ നിന്ന് കുട്ടികളെ പുറത്തു കൊണ്ടുപോകണമെങ്കിൽ വില്ലേജ് പാലായൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ ഡോക്യുമെൻറ്റ് വേണം, മാതാപിതാക്കളുടെ കൺസെൻറ്റ് വേണം, ആധാർ വേണം, ഇങ്ങനെ ഒരുപാട് രേഖകൾ വേണം. ഇതൊന്നും അവരെടുത്തിട്ടില്ലായിരുന്നു. പലതും ഉണ്ട്. പോലീസിന് സംശയമായി. ആ സമയം തന്നെ അവിടെ പാസ്റ്റർ വിഭാഗത്തിൽപ്പെട്ട, പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട കുറച്ച് പേർ വന്നു. അതോടൊപ്പം തന്നെ ബജ്റംഗൾ വിഭാഗത്തിൽപ്പെട്ടവർ വന്നു. ഇതിനിടയിൽ ബജ്റംഗൾ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പോലീസിൽ കൊണ്ട് പരാതിയും കൊടുത്തു. ഇത് മതം മാറ്റമാണ്, കടത്തലാണെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയാണ് അവർ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്തതോടുകൂടി തന്നെ ഇവിടെ വാർത്തകൾ വരുന്നു, വലിയ വിവാദമാകുന്നു. അപ്പോൾ CBBCക്കാർ, കത്തലിക് മൂവ്മെൻറ്റുകാർ, സുറിയാനി ക്രിസ്ത്യാനികളെല്ലാം കൂടി രാജീവ് ചന്ദ്രശേഖരനെ വിളിക്കുന്നു, BJP സംസ്ഥാന പ്രസിഡന്റിനെ. രാജീവ് ചന്ദ്രശേഖർ അനൂപ് ആൻ്റണി അങ്ങോട്ട് അയക്കുന്നു, ജനറൽ സെക്രട്ടറിയെ. പിന്നെ ഇതിൻ്റെ ഒരു പരമ്പരയാണ്. ഇടതുപക്ഷ MP മാർ, വലതുപക്ഷ MP മാർ, പിന്നെ MP മാരല്ലാത്തവർ ഒക്കെ കൂടി അവിടെ പോകുന്നു. പിന്നെ വലിയ സംഘർഷമാകുന്നു. ബജറംഗതകൾ സമരം ചെയ്യുന്നു. ഒരു കാരണവശാലും പുറത്തുവിടരുതെന്ന് പറയുന്നു. കന്യാസ്ത്രീകൾ രാജ്യവ്യാപകം എന്ന് പറയാൻ ഡൽഹിയിലും കേരളത്തിലും പല സ്ഥലങ്ങളിലും ജാഥ നടക്കുന്നു. തൃശ്ശൂരിൽ പ്രത്യേകിച്ച്, അവർ തൃശ്ശൂർക്കാരാണ്. ഒരാൾ അങ്കമാലിയാണ്. അപ്പോൾ അങ്കമാലി രൂപതയിലുള്ളതാണ്. അവിടെ ജാഥ നടക്കുന്നു. ഒരാൾ കണ്ണൂർ രൂപതയാണ്. അവിടെ ജാഥ നടക്കുന്നത് വേണ്ട ബഹളമായി. അവസാനം ഇതിനിടയിൽ ജാമ്യം കിട്ടില്ല എന്നൊരു സ്ഥിതി വന്നു. മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ട് കേസ് അവർ ആദ്യം രജിസ്റ്റർ ചെയ്തു. അവിടെ ചെന്നപ്പോൾ ജാമ്യം കൊടുക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഇതിന് പ്രൊവിഷൻ ഇല്ല കേസെടുക്കാനെന്ന് പറഞ്ഞ് അവർ വാദം കേൾക്കാതെ സെഷൻസ് കോടതിയിലേക്ക് കൊടുത്തു. അപ്പോഴാണ് ഭാരതീയ ന്യായ സംഹിതയിലെ 143(3) എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അത് മനുഷ്യക്കടത്താണ്. ഇതേ കാര്യം തന്നെ NIA കേസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ NIA ഷെഡ്യൂളിൽപ്പെട്ടൊരു കേസ് ഞങ്ങൾക്കെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ കോടതിയും അത് തള്ളി. അവസാനം അത് NIA കോടതിയിൽ വന്നു. ഇതിനിടയിൽ ആദ്യത്തെ 2 കോടതികളിലും കേസ് പ്രാരംഭഘട്ടത്തിലാണെന്നും ഇവർ പുറത്തിറങ്ങിയാൽ വീണ്ടും മതം മാറ്റവും ബുദ്ധിമുട്ടുകളും, ഇവർ നല്ല സോഷ്യൽ ഇൻഫ്ലുവൻസ് ഉള്ളവരാണെന്നും ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് അവർക്ക് നല്ല സ്വാധീനമുണ്ടെന്നും അവരെ പുറത്ത് വിടരുതെന്നും എന്നുള്ള ലൈനിലാണ് ആദ്യത്തെ 2 കോടതികളിലും സ്റ്റാൻഡ് എടുത്തത്. പക്ഷേ അത് വാദം കേട്ടില്ല. അതുകൊണ്ട് ആ സ്റ്റാൻഡിന് പ്രസക്തിയില്ല, അത് രേഖപ്പെടുത്തിയിട്ടുമില്ല. ആ 3ാമത്തെ NIA കോടതിയിൽ ഇങ്ങനെ പറഞ്ഞാൽ ഒരു കാരണവശാലും ജാമ്യം കിട്ടില്ല. ഇതിനിടയിലാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടൽ വന്നത്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് വിളിക്കുന്നു, പ്രധാനമന്ത്രി ഇടപെടുന്നു, അമിത്ഷാ ഇടപെടുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഇടപെടലൊക്കെ നടത്തി അവസാനം കോടതിയിൽ പ്രോസിക്യൂഷൻ ഭാഗം ഒന്ന് മയപ്പെട്ടു. അവർ പറഞ്ഞു ഇത് പ്രാഥമികമായിട്ടേ ഉള്ളൂ, കേസ് തുടക്കത്തിൻ്റെ ഉള്ളൂ എന്ന് മാത്രം പറഞ്ഞ് അവർ നിർത്തി. പ്രതിഭാഗം പ്രതി എന്നാരോപിക്കപ്പെട്ട കന്യാസ്ത്രീമാരുടെ വക്കീൽ പറഞ്ഞതിനെ പ്രതിരോധിക്കാൻ പ്രോസിക്യൂഷൻ പോയില്ല. ആ ഒറ്റ കാരണം കൊണ്ട് 3 കണ്ടീഷൻ വെച്ചുകൊണ്ട് അവർക്ക് ജാമ്യം അനുവദിച്ചു. 1ാമത്തെ കണ്ടീഷൻ, പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം, രാജ്യം വിട്ട് പോകരുത്. അതാണ് ആദ്യത്തെ കണ്ടീഷൻ. സ്റ്റേറ്റ് വിട്ട് പോകാം, കാരണം കേരളത്തിൽ വരാമല്ലോ. 2ാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് 50,000 രൂപയുടെ ജാമ്യം കെട്ടിവെക്കണം, ജാമ്യത്തുക കെട്ടിവെക്കണം. 2 ആൾ ജാമ്യം വേണം. അപ്പോൾ 2 പേര് ജാമ്യം നിൽക്കുന്നു എന്ന് എഴുതി കൊടുക്കണം. സഹോദരനുണ്ട്, വേറെ ആളുകളുണ്ട് അവിടെ. 2 പേര് എഴുതി കൊടുക്കണം. ഇത് പുറത്തിറങ്ങാം. എന്തായാലും ഇത് വലിയൊരു പരീക്ഷണമായിരുന്നു. അനൂപ് ആൻ്റണിയെ സംബന്ധിച്ചിടത്തോളം 2000 കിലോമീറ്റർ അദ്ദേഹം സഞ്ചരിച്ചു എന്ന് പറയുന്നു. ഇവിടെ നിന്ന് അവിടെ പോയി, പിന്നെ പലവട്ടം ഇത് ഡൽഹി പോവുകയും ഒരുപാട് ആളുകൾ കാണുകയൊക്കെ ചെയ്തു. രാജീവ് ചന്ദ്രശേഖർ 2 വട്ടം ഡൽഹി പോയി, ഇന്നും ഡൽഹിയിൽ പോയിട്ടുണ്ട്. റായ്പൂരിൽ, അവിടെ ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനമായ റായ്പൂരിൽ പോകുമെന്ന് അറിയുന്നു. അങ്ങനെ വളരെ സംഘർഷഭരിതമായൊരു വിഷയമാണ്. പക്ഷേ അടിസ്ഥാന പ്രശ്നം എന്താണ്? ഇന്ത്യൻ ന്യായ സംഹിത 143(3) അത് മനുഷ്യക്കടത്താണ്. ഛത്തീസ്ഗഡിലെ 1968 കോൺഗ്രസ് ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ചൊരു നിയമമുണ്ട്. അത് ഛത്തീസ്ഗഡ് റിലീജിയസ് ഫ്രീഡം ആക്ട് എന്ന് പറയുന്നൊരു നിയമമാണ്. അതും ഇതിനകത്തൊരു പ്രശ്നമാണ്. 2013 പേഴ്സണൽ അസിസ്റ്റൻസ് എന്ന പ്രൈവറ്റ് ജോബ് അസിസ്റ്റൻസ് എന്നൊക്കെ പറയുന്ന മറ്റൊരു നിയമമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് കൂടിക്കുഴഞ്ഞ് പോയത്. എന്തായാലും ഇത് പ്രധാന പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാന പ്രശ്നം ഛത്തീസ്ഗഡിലെ 7 ജില്ലകൾ, 14 ജില്ലകൾ മാവോയിസ്റ്റ് ഭീഷണി ഉള്ളതാണ്. അതിൽ 7 ജില്ലകൾ, ബസ്തർ ജില്ലകൾ വളരെ വലിയ
മാവോയിസ്റ്റ് ഭീഷണികളുള്ള സ്ഥലമാണ്. അവിടെ സ്വന്തമായി ഗ്രാമപഞ്ചായത്തുകളുണ്ട്, മഹാപഞ്ചായത്തുണ്ട്, ഗ്രാമസഭകളുണ്ട്. അവർക്ക് അവരുടെ നിയമങ്ങളുണ്ട്. അവിടെ വർഷങ്ങളായി നടക്കുന്ന വലിയൊരു പോരാട്ടമാണ്. ഹിന്ദുമതത്തിലുള്ള ആദിവാസികളെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ശക്തമായി അവിടെ മിഷണറി പ്രവർത്തനത്തിലൂടെയും ജോലിക്ക് കൊണ്ടുപോയും ഒക്കെ മതം മാറ്റുന്നു. വലിയ സംഘർഷമുള്ള ഒരു പ്രദേശമാണ്. ഇന്നലെ തന്നെ മഹാപഞ്ചായത്ത് കൂടി ഹിന്ദുക്കളുടെ നേതൃത്വത്തിൽ, ആദിവാസികളുടെ നേതൃത്വത്തിൽ. ഇത് നാരായൺപൂർ എന്ന് പറയുന്ന, ഞാനീ പറഞ്ഞ ബസ്തർ വിഭാഗത്തിൽപ്പെട്ട നാരായൺപൂരിലെ ഗൊണ്ടഗാവ് അല്ലെങ്കിൽ ദന്തേഗാവ് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഇത് സംഭവിച്ചത്. അവിടെ നിന്ന് 60 കിലോമീറ്റർ അപ്പുറത്ത് റെയിൽവേ സ്റ്റേഷൻ ഉള്ളപ്പോൾ എന്തിനാണ് 200 കിലോമീറ്റർ അപ്പുറത്തുള്ള ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്നതടക്കമുള്ള ഒരുപാട് നിഗൂഢതകളുണ്ട്. എന്തായാലും കന്യാസ്ത്രീകളോടും അച്ഛന്മാരോടും മിഷണറി പ്രവർത്തകരോടും പാസ്റ്റർമാരോടും പറയുന്നത്, നിങ്ങൾ ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ഏരിയയിൽ, ഝാർഖണ്ഡിലെ മാവോയിസ്റ്റ് ഏരിയയിൽ, അതുപോലെ ഒഡീഷയിലെ മാവോയിസ്റ്റ് ഏരിയയിലും അല്ലെങ്കിൽ ദളിതന്മാരുടെ ആദിവാസികളുടെ ഏരിയയിലൊന്നും പോയി നിങ്ങൾ ഒരു വികസനവും നടത്തേണ്ട. അതിനുള്ള ഗവൺമെൻറ് ഉണ്ട്, സംവിധാനങ്ങളുണ്ടെന്നേ. അല്ലെങ്കിൽ നിങ്ങൾ ഔദ്യോഗികമായി സംവിധാനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ആവശ്യമായ എല്ലാ പേപ്പേഴ്സും റെഡിയാക്കി നിങ്ങൾ കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഇതുപോലത്തെ വലിയ സംഘർഷവും രാഷ്ട്രീയ പോരാട്ടവും തേർവിളികളും പോരുവിളികളും രാഷ്ട്രീയമായ ഗൂഢാലോചനകളും പിന്നെ കുത്തിത്തിരിപ്പും ഒരുപാട് സംഘർഷമായ അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇത് കഴിഞ്ഞ വർഷമാണ്, 2 വർഷം മുമ്പാണ് 2 കന്യാസ്ത്രീകളെ തൃശ്ശൂരിൽ ഇതേ കാര്യത്തിന് അറസ്റ്റ് ചെയ്തത്. 11 കുട്ടികളുടെ കേസിൽ 144 കുട്ടികളെ ട്രെയിനിൽ കൊണ്ടുവന്ന് അത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. 5 പാസ്റ്റർമാർ, ഒരു വൈദികനെയും 4 പാസ്റ്ററേയും കൂടി കഴിഞ്ഞ 2023 ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തു. 2022 5 പേർ അറസ്റ്റ് ചെയ്തു. ചുരുക്കത്തിൽ ഇതൊരു നല്ല സുഖകരമായ പരിപാടിയായിട്ട് കഴിഞ്ഞ കുറേ കാലമായി തുടരുകയാണ്. ദയവായി ക്രിസ്ത്യാനികൾ, മതത്തിൽ വിശ്വസിക്കുന്നവർ, നിങ്ങൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ദരിദ്ര നാരായണന്മാരായ ഒരുപാട് ക്രിസ്ത്യാനികൾ തന്നെയുണ്ട്. അവരെ ജോലിക്ക് കൊണ്ടുപോകൂ. അല്ലെങ്കിൽ മറ്റു ഹിന്ദുമതത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ കൊണ്ടുപോകണമെങ്കിൽ അതിനാവശ്യമായ എല്ലാ പേപ്പറുകളും കൺസെൻറ്റുകളും എല്ലാം ശരിയാക്കി കൊണ്ടുപോകൂ. ഇനിയും ഈ രാജ്യത്ത് വിവാദങ്ങളുണ്ടാക്കി രാഷ്ട്രീയ കലാപങ്ങളും ചേരിപ്പോരുകളും ഉണ്ടാക്കാതിരിക്കാൻ എല്ലാ ഭാഗത്തു നിന്നും എല്ലാവരും, അത് ബജറംഗദളായാലും പാസ്റ്റർമാരുടെ സമിതി ആയാലും കന്യാസ്ത്രീകളായാലും അച്ഛന്മാരായാലും BJP ആയാലും RSS ആയാലും CPM ആയാലും കോൺഗ്രസ് ആയാലും ഏത് പാർട്ടി ആയാലും ഏത് മതവിഭാഗമായാലും ഒന്ന് ശ്രമിച്ചാൽ ആളുകൾക്ക് സമാധാനമായി കിടന്നുറങ്ങാമായിരുന്നു.